തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ഏറ്റവും അധികം വോട്ടുകൾ സമാഹരിച്ചത് കോൺഗ്രസ് 29.17% വോട്ടുകളാണ് കോൺഗ്രസ് നേടിയത്. രണ്ടാം സ്ഥാനത്തുള്ള CPM നേടിയത് 27.16% വോട്ടുകളാണ്. വൻ അവകാശവാദങ്ങൾ ഉന്നയിച്ച BJPക്ക് 14.76% വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. വോട്ട് വിഹിതത്തിന്റെ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. വോട്ട് വിഹിതത്തിന്റെ കണക്കുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. BJPക്ക് 14.76% വോട്ടുകൾ BJP നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ CPMന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 27.16% വോട്ടുകളാണ് നേടിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോഴിതാ വോട്ട് ശതമാനത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണോ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബലാബലം അനുശ്രീ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നമുക്കറിയാം, സംസ്ഥാനത്ത് ഏറെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്നത്. UDFന് വലിയ രാഷ്ട്രീയ മേൽക്കോയ്മ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കഴിഞ്ഞു പോയത്. മുന്നണികൾ വലിയ രീതിയിലുള്ള വോട്ട് സമാഹരിച്ചപ്പോൾ ആരാണ് മുന്നിൽ എന്നതിൻ്റെ ഔദ്യോഗിക കണക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നത്. ഈ കണക്ക് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ വോട്ട് സമാഹരിച്ച പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു എന്നതാണ് സാഹചര്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏറെ വ്യത്യസ്തമായ ചിത്രമാണ്. നോക്കുക, കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാഹരിച്ചത് 1,60,00,000 വരുന്ന വോട്ടുകളാണ്. അതായത് മൊത്തം വോട്ടുകളുടെ 29.17%. അതേസമയം രണ്ടാം സ്ഥാനത്ത് വരുന്നത് CPM ആണ്. 1,49,00,000 വോട്ടുകളാണ് ഇവർ സമാഹരിച്ചത്. വോട്ട് കണക്ക് ശതമാനം നോക്കുമ്പോൾ 27%, അതായത് കോൺഗ്രസിനേക്കാൾ 2% ഡിഫറൻസാണ് കോൺഗ്രസും CPM തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് വരുന്നത് BJP ആണ്. BJP 81 ലക്ഷം വോട്ടുകളാണ് സംസ്ഥാനത്ത് സമാഹരിച്ചത്. അവരുടെ വോട്ട് ശതമാനം നോക്കുമ്പോൾ 14.176. ഇതാണ് മൂന്നാം സ്ഥാനത്തെ കണക്കുകൾ. പിന്നീട് നോക്കുമ്പോൾ മുസ്ലിം ലീഗാണ് അടുത്ത പാർട്ടി. മുസ്ലിം ലീഗ് 53 ലക്ഷം വോട്ടുകൾ സമാഹരിച്ചു. ശതമാനം നോക്കുമ്പോൾ 9.77%. CPI ആണ് പിന്നീട് വരുന്നത്. CPI ആണ് അഞ്ചാമതായി വരുന്ന രാഷ്ട്രീയ പാർട്ടി. CPI 30 ലക്ഷം വോട്ടുകൾ, ഏകദേശം 5.58%. കേരള കോൺഗ്രസ് ആണ് ഈ കേരള കോൺഗ്രസ് പാർട്ടികളിലെ ഏറ്റവും അധികം വോട്ടുകൾ സമാഹരിച്ചിരിക്കുന്നത്. അത് പക്ഷേ കേരള കോൺഗ്രസ് രണ്ട് പാർട്ടികളും തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. എങ്കിലും 1.62 ആണ് കേരള കോൺഗ്രസ് സമാഹരിച്ചിരിക്കുന്ന വോട്ടുകൾ. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സമാഹരിച്ചിരിക്കുന്ന 1.33 വോട്ടുകൾ. നമ്മളിപ്പോൾ പരാമർശിച്ച ഈ പാർട്ടികൾ മാത്രമേ 1% അതിന് മുകളിലേക്കോ വോട്ടുകൾ കേരളത്തിൽ സമാഹരിച്ചിട്ടുള്ളൂ എന്നതാണ് സാഹചര്യം. പിന്നീട് വരുന്നത് ചെറിയ പാർട്ടികളാണ്. NCP, RSP, RJD അടക്കമുള്ള പാർട്ടികൾ 1% താഴെ വോട്ടുകൾ മാത്രമേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാഹരിച്ചിട്ടുള്ളൂ എന്നതാണ് സാഹചര്യം. പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും അവർക്ക് മുന്നണി അടിസ്ഥാനത്തിൽ കിട്ടിയ വോട്ടുകളുടെ കണക്ക് കൂടിയാണിത്. ഇനി മറ്റൊരു കണക്ക് കൂടി നമുക്ക് നോക്കാം. മുന്നണികൾ എത്ര കണ്ട് വോട്ടുകൾ സമാഹരിച്ചു എന്ന കണക്ക്. മുന്നണികളുടെ വോട്ട് ശതമാനം നോക്കുമ്പോൾ നോക്കുക, UDF 41.15% വോട്ടുകൾ സമാഹരിച്ചു. ഇടതുമുന്നണി 36.25%. ഏകദേശം 5% ഡിഫറൻസാണ് LDFും UDFും തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം NDA 15.02 എന്ന ശതമാനം മാത്രമാണ് സമാഹരിച്ചത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തവണ BJP NDA വലിയ വോട്ട് സമാഹരണം നടത്തുമെന്ന അവകാശവാദം അവർക്കുണ്ടായിരുന്നു. 25% എന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയൊക്കെ നടത്തിയത്. പക്ഷേ അതിൻ്റെ അടുത്തെത്താൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. 14% പരമാണ് BJP തനിച്ച് സമാഹരിച്ചത്. അവരുടെ മുന്നണി സംവിധാനത്തിൽ വരുമ്പോൾ 15% വരും. 15.02% മാത്രമാണ് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ നേട്ടമൊക്കെ അവർക്ക് അവകാശപ്പെടാമെങ്കിലും സംസ്ഥാന അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ BJPക്ക് വോട്ട് വളർച്ച ഉണ്ടായിട്ടില്ല എന്നതാണ് ആ കണക്കിൻ്റെ ഒരു പ്രത്യേകതയായി കൂടി വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് മുൻ തെരഞ്ഞെടുപ്പുകൾക്ക് കൂടി കിട്ടിയ താരതമ്യമാണ്. അത് നോക്കുമ്പോൾ ശ്രദ്ധേയമായ മറ്റൊരു കണക്ക് കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ താരതമ്യം നോക്കുക. ലോക്സഭ 2024 നടന്ന ലോക്സഭയുടെ ശതമാനവുമായി നോക്കുമ്പോൾ UDF 43%. തദ്ദേശം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അത് 41% കുറഞ്ഞു. ഇടതുമുന്നണിക്ക് 33% കഴിഞ്ഞ ലോക്സഭയിൽ. ഈ 2025 ഈ കഴിഞ്ഞ തദ്ദേശത്തിലേക്ക് വരുമ്പോൾ അത് 36% വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. NDAക്ക് 19%, BJP ഉൾപ്പെടുന്ന മുന്നണിക്ക് 19% വോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അവർക്കത് 15% കുറഞ്ഞുപോയി എന്നതാണ് സാഹചര്യം.
അതായത് ലോക്സഭയുടെ ചിത്രവും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചിത്രവും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രം. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്ത് പലപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം സംസ്ഥാന ഭരണത്തിലടക്കം ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും ഇടതുമുന്നണി നോക്കുമ്പോൾ സംസ്ഥാനത്തെ പാർട്ടികളുടെ ചിത്രം പരിശോധിക്കുമ്പോൾ CPM ആണ് ഏറ്റവും അധികം വോട്ട് സമാഹരിച്ചത്. പക്ഷേ ഇത്തവണത്തെ കണക്ക് നോക്കുമ്പോൾ അതിൽ കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും അധികം വോട്ട് സമാഹരിച്ച് ഒന്നാമത്തെ പാർട്ടി ആയിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. ശ്രദ്ധിക്കുക, ഈ കണക്കുകൾ പുറത്തു വരുന്നത് ഓരോ പാർട്ടികളും മത്സരിക്കുമ്പോൾ അവർ മുന്നണി അടിസ്ഥാനത്തിൽ നേടുന്ന വോട്ടുകൾ കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച പാർട്ടികൾക്ക് കൂടുതൽ വലിയ വോട്ട് ശതമാനം ഉണ്ടാകും എന്നതാണ് ഈ കണക്കുകളുടെ പ്രത്യേകത. മുസ്ലിം ലീഗ് 4ാമത് വന്നിരിക്കുന്ന പാർട്ടിയാണ്. നമുക്കറിയാം, മുസ്ലിം ലീഗ് ചില പോക്കറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന പാർട്ടിയാണെങ്കിൽ കൂടിയും അവർക്ക് 9% വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രത്യേകത. മലപ്പുറത്തൊക്കെ ഇത്തവണ ഉണ്ടായ സാഹചര്യം നമ്മൾ കണ്ടതാണ്. ആ കണക്കുകൂടി നോക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. BJP സംസ്ഥാനത്തെ എല്ലാ സീറ്റുകളിലും തന്നെ ഏറെക്കുറെ മത്സരിച്ച, സംസ്ഥാനാടിസ്ഥാനത്തിൽ ഏറെക്കുറെ പൂർണ്ണമായി മത്സരിച്ച BJPക്ക് 14% വോട്ടുകൾ നേടിയപ്പോൾ ചില പോക്കറ്റുകളിൽ മാത്രം മത്സരിച്ച മുസ്ലിം ലീഗിന് പക്ഷേ 9% വോട്ടുകൾ സമാഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. പക്ഷേ ഇത് ഏതെങ്കിലും സംസ്ഥാനാടിസ്ഥാനത്തിൽ ഒരു പാർട്ടിയുടെ സ്വാധീന ശക്തിയായി മാത്രം കണക്കുകൂട്ടാൻ കഴിയില്ല. പക്ഷേ മുന്നണി അടിസ്ഥാനത്തിൽ അവർക്ക് നേടിയ വോട്ടുകൾ കൂടിയാണ് ഈ തരത്തിൽ കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഔദ്യോഗികമായ കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ വോട്ട് കണക്കുകൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും നിയമസഭയിലെ മുന്നണികളുടെ പാർട്ടികളുടെ ഒരുക്കങ്ങൾ. ശരി, TG സജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.